സ്കൂളിൽ കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പണിഷ്മെന്റ് കൊടുക്കുന്നു, പേരൻസിനെ വിളിച്ചു വരുത്തുന്നു, ചിലപ്പോഴൊക്കെ ടി കൊടുത്ത് പറഞ്ഞു വിടുന്നു. ഇങ്ങനെയുള്ള പല ഏർപ്പാടുണ്ട്. അതേസമയം ടീച്ചേഴ്സ് കുട്ടികളോട് അപമര്യാദയായി പെരുമാറുക, അല്ലെങ്കിൽ നന്നായി പഠിപ്പിക്കാതിരിക്കുക, അല്ലെങ്കിൽ പലതരത്തിലുള്ള ഇഷ്യൂസ് ടീച്ചേഴ്സ് ഉണ്ടാക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് പല സ്കൂളിലും പല കുട്ടികളും ഉള്ളത്. ഇത് ആരെങ്കിലും ഒരാൾ റേസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒറ്റപ്പെടുത്തി ടീച്ചേഴ്സ് എല്ലാം കൂടെ ഒറ്റക്കെട്ടാവുന്നു. ഇനി പേരൻസ് ചോദിക്കാൻ ചെന്നാലും അവരെ ഒറ്റപ്പെടുത്തുന്നു. നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ കൊണ്ടുപോയിക്കോളൂ, ഇവിടെ ഇങ്ങനെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നു. അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഒറ്റയ്ക്ക് സംസാരിക്കുന്നതുകൊണ്ടാണ്. എന്തെങ്കിലും ഒരു തരത്തിൽ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ, സ്കൂളിൽ ഇങ്ങനെ ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ പ്രതികരിക്കണം എന്ന് പറഞ്ഞു തരുന്ന കുട്ടികളെ നമ്മൾ ഇന്ന് കണ്ടു മലപ്പുറത്തെ സ്കൂളിൽ നിന്ന്. മലപ്പുറം MSP ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു കുട്ടിയെ ആ സ്കൂളിലെ തന്നെ ടീച്ചറിന്റെ കാർ ഇടിക്കുകയും അതിനുശേഷം സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കാതിരിക്കുക, ഹോസ്പിറ്റലിൽ എത്തിച്ചതിന് ശേഷം ഇതൊരു ആക്സിഡന്റ് ആണെന്ന് പറയാതിരിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുക, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇവർ ചെയ്തു. അതിനുശേഷം കുട്ടിയെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റി. ആദ്യമൊക്കെ അതിന്റെ ഇൻഷുറൻസും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചിട്ട് ബാക്കി ട്രീറ്റ്മെന്റിന്റെ കാര്യമൊക്കെ ഞങ്ങൾ ചെയ്തോളാം എന്നൊക്കെ ടീച്ചേഴ്സ് പറഞ്ഞു. അതിനുശേഷം അവരതിന് മുദ്രാതിരിക്കുകയൊക്കെ ചെയ്ത സാഹചര്യത്തിലാണ് കുട്ടികൾ രംഗത്ത് വന്നത്. കുട്ടികൾ ഒന്നടങ്കം ആ ഒരു കുട്ടിക്ക് വേണ്ടി നിലകൊണ്ടു. ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൗഡ് ഫീലിംഗ് ആണ്. കൂട്ടുകാരിക്ക് വേണ്ടി ഏതറ്റം വരെയും പോവാൻ, എല്ലാരും കൂടെ ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ കാണിച്ച ആ ഒരു മനസ്സ്, അങ്ങനെ എല്ലാ കുട്ടികളും കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള സ്കൂളുകളിൽ നിന്നുള്ള പല രീതിയിലുള്ള ടീച്ചേഴ്സിന്റെ അതിക്രമങ്ങൾ, ചൂഷണങ്ങൾ, അല്ലെങ്കിൽ മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങൾ, പഠിപ്പിക്കാൻ താല്പര്യമില്ലാത്ത രീതിയിൽ എന്തൊക്കെയോ വന്ന് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ, ഇതിനെല്ലാം ഒരു തടയിടാനായിട്ട് പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളെ കണ്ടിട്ട് ഇങ്ങനെ എന്താ പറയുന്നത്, ഒരു രോമാഞ്ചം ഉണ്ടാവുമായിരുന്നു. അത്ര നല്ല രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? അവരുടെ ആവശ്യങ്ങൾ ആ കുട്ടിയുടെ ട്രീറ്റ്മെന്റിനുള്ള മൊത്തം പൈസ ടീച്ചർ കൊടുക്കുക. അതുപോലെ തന്നെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്, ഇനിയും 6 മാസമെങ്കിലും അതിന് റെസ്റ്റ് വേണം. സോ അതിന്റെ ക്ലാസ് നഷ്ടമാകാതെ അതിന് ഓഫ്ലൈൻ ക്ലാസ് കൊടുക്കുക. ബിക്കോസ് സ്കൂളിലെ ടീച്ചറിന്റെ അനാസ്ഥ മൂലം സംഭവിച്ചതല്ലേ. സോ അതിന് ഓഫ്ലൈൻ ക്ലാസ് കൊടുക്കുക. എന്തിനാണ് അതിന്റെ ഒരു വർഷം കളയുന്നത്? അതുപോലെ തന്നെ സ്കൂളിലെ ബാസ്കറ്റ്ബോൾ കോർട്ടിന്റെ എവിടെയും എല്ലാം ടീച്ചേഴ്സിന്റെ കാറ് കൊണ്ടിടുക. എന്നിട്ട് കുട്ടികൾ കളിക്കുമ്പോൾ ബോൾ അതേ തട്ടുന്നു എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ കയറ്റി വിടുക. അപ്പൊ പറയുന്നത്, ഞങ്ങൾക്ക് അവകാശപ്പെട്ട, ഞങ്ങൾക്ക് കളിക്കാനുള്ള ഗ്രൗണ്ടിൽ കൊണ്ട് നിങ്ങളുടെ കാർ ഇട്ടിട്ട് ഞങ്ങളെ കളിക്കാൻ അനുവദിക്കാതിരിക്കുക, അതിനി വേണ്ട. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നിട്ട് ആ കുട്ടികൾ പറയുന്ന, പ്രതികരിക്കുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, അത് ശരിക്കും എല്ലാ കുട്ടികളും അത് കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. എന്ന് പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത കാര്യത്തിന് ചിലർ ടീച്ചേഴ്സിനെയൊക്കെ ആവശ്യമില്ലാത്ത ഖരാവോ ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും എന്താ പറയുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ തെറ്റായ റിവഞ്ച്, വെറുതെ ആവശ്യമില്ലാത്ത റിവഞ്ചും മറ്റു കാര്യങ്ങളും വെച്ചിട്ടോ ചെയ്യാൻ പാടില്ല. ഇതുപോലെ കൃത്യമായിട്ട് റീസൺ ഉള്ള കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾ എല്ലാവരും കൂടെ പ്രതികരിച്ചാൽ ഒരു പരിധിവരെ അല്ല, നല്ല രീതിയിൽ തന്നെ സ്കൂളുകളിൽ നടക്കുന്ന പല രീതിയിലുള്ള ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്ക് ഒരു അറുതി വരുത്താനായിട്ട് സാധിക്കും. ഇപ്പൊ പല സ്കൂളുകളിലും കുട്ടികൾക്ക് മാതൃകയാവേണ്ട ടീച്ചേഴ്സ് തന്നെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്ന എന്തൊക്കെയാണെന്ന് നമ്മൾ പല വാർത്തകളിലൂടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ കാശുണ്ടാക്കാനുള്ള, ഇപ്പൊ പ്രൈവറ്റ് സ്കൂളുകളൊക്കെ ആണെങ്കിൽ കാശുണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിന്റെ പുറത്ത് ഈ പഠിപ്പിക്കുന്ന കാര്യത്തിൽ അത്ര ഇമ്പോർട്ടൻസ് കാണിക്കത്തില്ല. ബാക്കി കാര്യത്തിലൊക്കെ ഭയങ്കര ഡിസിപ്ലിനും കാര്യങ്ങളും ഒത്തിരി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ പഠിപ്പീര് ശരിയാവുന്നുണ്ടോ, അല്ലെ ഈ ടീച്ചർ കുട്ടിയെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ടോ, കുട്ടികളിലേക്കെല്ലാം കൃത്യമായി ചെല്ലുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ നോക്കാറില്ല പല സ്കൂളുകളിലും. നോട്ട് എവറി സ്കൂൾ. അപ്പോൾ എല്ലാം അടച്ചാക്ഷേപിക്കുകയല്ല, പക്ഷെ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഇതുപോലെ പ്രതികരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും നമ്മുടെ അവകാശങ്ങൾ. അപകടം പറ്റിയ തങ്ങളുടെ കൂട്ടുകാരിക്ക് വേണ്ടി പ്രതികരിച്ച എല്ലാ കുഞ്ഞുങ്ങളോടും ഒരുപാട് സ്നേഹം. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ഇരുന്ന് നല്ല അധ്യാപകരുടെ ശിക്ഷണത്തിൽ തങ്ങൾക്ക് കിട്ടാനുള്ള എല്ലാ പ്രിവിലേജസും അനുഭവിച്ചുകൊണ്ട് തന്നെ പഠിക്കാനുള്ള അവകാശം എല്ലാ കുഞ്ഞുങ്ങൾക്കുമുണ്ട്. അത് നിഷേധിക്കുന്നിടത്ത് ഇതുപോലെ ഒറ്റക്കെട്ടായി പ്രതികരിക്കാൻ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇവരൊരു മാതൃകയായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു.